ഇപ്പം മുമ്പൊരിക്കലൊരു ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഗുരു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അപ്പോൾ ഗുരു പറയുന്നുണ്ട്, പിന്നെ എനിക്കറിയില്ല. അപ്പം ശിഷ്യൻ തിരിച്ചു ചോദിക്കണം, അല്ല അപ്പം നിങ്ങളൊരു ഗുരു അല്ലേ? അപ്പോൾ ഗുരു പറയാണ്, ഞാൻ മരിച്ചിട്ടില്ല. ഉണ്ടല്ലോ, ഇതാണ് ഉത്തരം. ആ ഗുരു പറഞ്ഞ ഉത്തരമാണ് ശരി. കാരണം എന്താണ്? ഗുരുവിന് അറിയൂല എന്താണ് മരിച്ചു കഴിഞ്ഞാൽ. അപ്പം അതാരാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചിട്ടില്ലാത്ത മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയാൻ കഴിയില്ല. പിന്നെ അതാരാ പറഞ്ഞു കൊടുക്കേണ്ടത്? അതറിയുന്ന ജീവിതവും മരണവും മരണാനന്തരവും ഒക്കെ നിശ്ചയിച്ച ദൈവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനുള്ളത് പറയേണ്ടത്. ആ ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഇത് പറഞ്ഞത്, അതും പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധമായി വിശ്വസിക്കാനല്ല പറഞ്ഞത്, ആലോചിക്കാൻ പറഞ്ഞുകൊണ്ട്. ദൈവത്തെ അറിയാൻ ഏതുപോലെ ചിന്തിക്കാൻ പറഞ്ഞോ എന്നതുപോലെ പരലോകത്തെക്കുറിച്ചും മനുഷ്യൻ അറിയണം. എങ്ങനെ അറിയണം എന്ന് വെച്ചാൽ അതിനും ആലോചിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് 2 തരം സവിശേഷ കഴിവുകളുണ്ട്. അതിലൊന്ന് കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള കഴിവ്. അതാണ് കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ്. അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ അറിയുന്നത്. രണ്ടാമത്തേത് ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവാണ്. ലക്ഷണം കണ്ടുകൊണ്ട് ഫലം. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഭൂമിയിൽ മഴ പെയ്യാനുള്ള സാധ്യത മനുഷ്യന് മനസ്സിലാവും. ഇത് വെച്ചുകൊണ്ട് ജീവിതത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ എന്ത് മനസ്സിലാവും? ഈ ജീവിതം ഇവിടെ അവസാനിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ അല്ലെ പിന്നെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യന്റെ ഈ നീതിബോധം എന്ന് പറയുന്ന ബോധത്തിന്റെ ഒരു തേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൽക്കർമ്മിക്ക് കിട്ടേണ്ടത് രക്ഷയാണോ ശിക്ഷയാണോ? ഞങ്ങളുടെ മനസാക്ഷി പറയുന്ന ഉത്തരം, സൽക്കർമ്മിക്ക് ലഭിക്കേണ്ടത് രക്ഷയാണോ ശിക്ഷയാണോ? രക്ഷയാണ്, ഒരു സംശയമില്ല. ഒരു ദുഷ്കർമ്മിക്ക് ലഭിക്കേണ്ടത് ശിക്ഷയാണ്. ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് അനീതിയാണോ നീതിയാണോ? നീതിയാണ്. ഇത് ഏത് അക്രമി തന്നെ പറയാ. കാരണം എന്താ? കണ്ണിന്റെ തേട്ടമാണ് നോട്ടം എന്നതുപോലെ നീതിബോധത്തിന്റെ തേട്ടമാണിത്. പക്ഷെ ഈ ലോകത്ത് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും നീതിബോധത്തിന്റെ ഈ തേട്ടത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഓടിക്കയറുന്നു. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആ അഗ്നി ആളിപ്പടർന്ന് അദ്ദേഹവും അതിൽ മരണപ്പെടും. ഇതാണ് ഒരു സംഭവം. ഇനി രണ്ടാമത്തെ ഒരു സംഭവം, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി കക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടുടമസ്ഥനെ കൊലപ്പെടുത്തി. ഭാര്യയെയും ക്രൂരമായി കൊലപ്പെടുത്തി, കുട്ടികളെല്ലാം കൊലപ്പെടുത്തി, സാധ്യമാകുന്ന അത്ര സമ്പത്തെല്ലാം വാരിക്കൂട്ടി ഇറങ്ങി ഓടുന്നതിനിടയിൽ ഒരു കിണറ്റിൽ വീണ് മരണപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുമ്പോഴും മനുഷ്യൻ മരിക്കും, തിന്മ ചെയ്യുമ്പോഴും മനുഷ്യൻ മരിക്കും. ഈ 2 സംഭവത്തിൽ മനുഷ്യ മനസാക്ഷി 3 കാര്യം തേടുന്നു. ഒന്നാമത്തെ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ആ ചെയ്ത കർമ്മം പരാജയപ്പെട്ടു ആണല്ലോ. പക്ഷെ അത് പാഴ്വേലയാണോ? ഭൗതികാർത്ഥത്തിൽ പാഴ്വേലയാണ്. ധാർമ്മികാർത്ഥത്തിൽ അതൊരു മഹത്തായ കർമ്മമാണ്. അതിന്റെ ഫലം ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. പക്ഷെ ആള് മരണപ്പെട്ടു പോയി. എന്ത് ചെയ്യും?